ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. പായൽ നമ്പർ 1. ഇവിടെ 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഇവിടെ ഒത്തിരി റെസ്റ്റിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഓവർ വർക്ക് ചെയ്യുന്ന എനർജിയാണ്, ടയർഡ്നെസ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, അതെല്ലാം കുറച്ചൊന്ന് ഹീൽ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സഹായിക്കാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രായമായവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഫാമിലിയിലായിരിക്കാം, ഡെത്തിൻ്റെ എനർജി. കുറച്ച് പേർക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ എനർജീസ്, ഫാമിലി മെമ്പർ ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, ഫിസിക്കൽ റിയാലിറ്റിയിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ എനർജീസ്. ഓക്കെ, അവിടെ കുറച്ചൊരു പീസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് പ്രയേഴ്സായിട്ട് കണക്ട് ചെയ്യുന്നത്, ഓക്കെ, പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ കുറേ കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്താനായിട്ട് ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഈ ഒരു ഡെത്തിൻ്റെ എനർജി വന്നിട്ട് മാറാനുള്ള ഒരു കൺഫ്യൂഷനാണ്. അതായത് മാറ്റങ്ങൾ, ചേഞ്ചസ് വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ ബിലീവ് സിസ്റ്റമായിട്ട് പെട്ടെന്ന് ഇഴുകിച്ചേരാനായിട്ട്, അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കെയർഫുള്ളാകുക. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ പിടിവാശി പിടിച്ചിരിക്കുന്നുണ്ടാകാം. അതെന്താണെന്ന് മനസ്സിലാക്കുക. എവിടെയാണോ ബാലൻസ് വേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഫിയർ ഉണ്ടാകാം, പേടി ഉണ്ടാകാം, നിങ്ങളുടെ ഏജിനെ കുറിച്ചിട്ടായിരിക്കാം. ഓക്കെ, അത് നിങ്ങളെ ഒത്തിരി നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ അത് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിൽ കാൽക്കുലേഷൻ നടത്തുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, ഡെവിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം മണി, ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ്, എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കേണ്ട ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുക. ഓവറായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കെയർഫുള്ളാകുക. ഇത് ചിലപ്പോൾ നിങ്ങളോടായിരിക്കാം. നിങ്ങളോട് ഓവറായിട്ട് മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളുടെ എനർജീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, ദ വേൾഡിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ കംപ്ലീഷൻ്റെ എനർജി, എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം. എന്തെങ്കിലുമൊക്കെ മൈൽ സ്റ്റോൺ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് നിങ്ങൾ കരുതുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ ടെക്നോളജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. പുതിയ ടെക്നോളജി പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് വന്നിട്ട് നിങ്ങളുടെ നോളേജ് കൂട്ടാനായിട്ട്, വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമങ്ങൾ ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ സൈഡിൽ നിന്നിട്ട്. ഓക്കെ, താങ്ക് യു. ഇവിടെ 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി, അതുപോലെ തന്നെ ടവറിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എൻ്റെ ഇത് പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. അത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണോ അത് സംഭവിച്ചത് അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ് വേണ്ടത് അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേരോട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനായിട്ടും പറയുന്നുണ്ട്.
ഓക്കെ, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് നോക്കുക. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ പ്രിപ്പറേഷൻ നടത്തേണ്ടത്? കുറച്ച് പേർക്ക് പഠിത്തമായിരിക്കാം, എക്സാമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൽ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ആയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന എനർജി എന്താണ്? അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക, ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, പോസിറ്റീവ് മെൻറ്റാലിറ്റി, ആ ഒരു ഒപ്റ്റിമിസം, എൻ്റെ ലൈഫിൽ നല്ലത് നടക്കും, ഓക്കെ, നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും, ആ ഒരു പോസിറ്റീവ് എനർജിയിലിരിക്കാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. പൈൽ നമ്പർ 2, ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഒത്തിരി സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. കുറച്ച് പേർക്ക് ഇത് ഇലൂമിനേഷൻ്റെ എനർജിയാണ്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഷാഡോസ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൻ്റെ, സിറ്റുവേഷൻ്റെ എന്തെങ്കിലുമൊക്കെ ട്രൂത്ത്, അത് ഇലൂമിനേറ്റ് ആയിട്ട് സത്യമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. കാരണം സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്രീഡം, കുറച്ചും കൂടെ ഒരു പീസ് ഓഫ് മൈൻഡ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. പൈൽ നമ്പർ 2, ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ് വരുന്നുണ്ടാകാം. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും എനർജീസ് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, എന്തെങ്കിലും ന്യൂസിൻ്റെ രൂപത്തിലായിരിക്കാം, മെസ്സേജിൻ്റെ രൂപത്തിലായിരിക്കാം. അപ്പോൾ അത് കുറച്ചും കൂടെ കെയർഫുള്ളി, ആ ഒരു ഇൻഫ്ലുവൻസ് കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, വേർഡ്സ് അതെല്ലാം ബാലൻസ് ചെയ്ത് നിർത്താനായിട്ടും ശ്രമിക്കുക. പെട്ടെന്നുള്ള ആ ഒരു ദേഷ്യത്തിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വിൻഡി പ്ലേസസ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒത്തിരി കാറ്റ്, ഓക്കെ, അങ്ങനത്തെ പ്ലേസസ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, താങ്ക് യു. 3 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. കുറച്ച് പേര് ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ഒരു എനർജിയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് പറയുന്നുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ആക്ഷനാണോ എടുക്കേണ്ടത്, എന്ത് തീരുമാനങ്ങളാണോ എടുക്കേണ്ടത്, അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ന്യൂ പാഷനായിട്ട്, പുതിയ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പാത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, പൈൽ നമ്പർ 2, നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം മനസ്സിന് സമാധാനം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട്, എന്തെങ്കിലുമൊക്കെ നേടാനായിട്ടുള്ള ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഫൈറ്റ്സ്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുള്ളി ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വ്യൂ പോയിൻ്റ്, ഓക്കെ, അത് നിങ്ങൾക്ക് സമർത്ഥമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ പീസ്ഫുള്ളി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എന്താ പറയുക എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. ഓക്കെ, ആ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻ്റ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ആയിരിക്കാം. ഓക്കെ, അതും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ജഡ്ജ്മെൻറ്റ്, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളോട് സിൻസിയർ ആയിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള എന്താ പറയുക എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ തന്നെ കാര്യമാണെങ്കിൽ ശരിക്കും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്ത് ആക്ഷൻസ് ആണ് എടുത്തത്, എവിടെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടത്. അപ്പോൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ,
അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൻസിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പാഷൻസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് റെഡിയാകുക, ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് നൈറ്റ് ഓഫ് കപ്സിൽ എന്തെങ്കിലുമൊക്കെ മണി ഫിനാൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ആയിരിക്കാം. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ഗുഡ് ന്യൂസ്, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. അപ്പോൾ അതും കുറച്ച് പേരോട് എൻജോയ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ച് പേരുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഇവിടെ ചേഞ്ച് ആകുന്നുണ്ടാകാം. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാകാം കുറച്ച് പേരുടെ ലൈഫിൽ. അപ്പോൾ അതും കുറച്ചും കൂടെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.